കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുന്നു. ഈ ഒരു ഐക്യം ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പോലും ചില ചർച്ചയിലെ അവതാരകർ പറയുന്നത് കേട്ടു. പക്ഷേ നേരെ മറിച്ച് നോക്കുമ്പോൾ KM ഷാജി അദ്ദേഹം ഒരു വേദിയിൽ പ്രസംഗിച്ചു, അതിനുശേഷം ഒരു അഭിമുഖത്തിലും അതേ രീതിയിൽ തന്നെ ആവർത്തിച്ചു, മതമാണ് പ്രശ്നം എന്ന് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എനിക്കെൻ്റെ മതമാണ് പ്രശ്നം, നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുമെന്നും അദ്ദേഹം പറയുകയാണ്. കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അത് വീണ്ടെടുത്തിരിക്കും. അത്തരത്തിലുള്ള വളരെ വളരെ അഗ്രസീവായി, അല്ലെങ്കിൽ അതിന് അഗ്രസീവാണോ അതോ ഒരു ഡിസ്റ്റർബിംഗ് ആയ സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത് കണ്ടു. ഇതിനെ രണ്ടിനെയും എന്തുകൊണ്ടായിരിക്കും മാധ്യമങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സോക്കോൾഡ് നിരീക്ഷകർ വിലയിരുത്തുന്നത്? രണ്ടിനെയും രണ്ട് രീതിയിൽ എന്തുകൊണ്ട് വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഈ ചോദ്യത്തിന് 3 തലത്തിലുള്ള മറുപടികളുണ്ട്. ഞാൻ ഒന്നൊന്നായിട്ട് പറയാം. ആദ്യം ഷാജിയെ പറ്റി പറയാം. ഷാജി എൻ്റെ ഒരു വലിയ സുഹൃത്താണ്, വളരെ അടുത്ത സുഹൃത്താണ്. എന്ന് മാത്രമല്ല, ഷാജി ആദ്യം അഴീക്കോട്ട് മത്സരിച്ചപ്പോൾ ഷാജിക്ക് അനുകൂലമായിട്ടൊരു പ്രസ്താവന പുറപ്പെടുവിച്ച ആളെ. ഞാൻ ഇടതുപക്ഷ പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് നിൽക്കുന്ന സമയത്ത് ഷാജിക്ക് അനുകൂലമായിട്ട് പ്രസ്താവന പുറപ്പെടുവിച്ച ആൾ. ഷാജി മുസ്ലിം ലീഗിൽ ഈ തീവ്രവാദികൾക്കെതിരായിട്ട്, മൗലികവാദികൾക്കെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു യുവ നേതാവാണ്. അഴീക്കോട് മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയം അനിവാര്യമാണ്. അതെല്ലാം മതേതര വിശ്വാസികളുടെയും ഒരു ബാധ്യതയാണ് എന്ന് ഞാനൊരു പ്രസ്താവന ഇറക്കി. രണ്ടാം ദിവസം സഖാവ് കാനൻ രാജേന്ദ്രൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഷാജിക്ക് അനുകൂലമായിട്ട് പ്രസ്താവന ഇറക്കിയെന്നു. ഞാനത് മറന്നു വരുന്നു. ഞാൻ പറഞ്ഞു വലിയ പ്രശ്നമായി. അഴീക്കോട്ട് ഇത് ലീഗാരിത് മറ്റേ വലിയ പോസ്റ്ററോ ഫ്ലെക്സ് ബോർഡ് വെച്ചേക്കാണ്, വക്കീലിൻ്റെ പടം സഹിതം. മാർക്സിസ്റ്റുകാരുടെ ഭാഗത്ത് പരാതിയാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടില്ല, പക്ഷേ പാർട്ടിയുടെ സമുന്നത നേതാവ്. എനിക്കൂടെ മലബാറിലെ ആ ജില്ലകളുടെയൊക്കെ ചാർജ് പുള്ളിക്കായിരുന്നിരിക്കും. അപ്പോൾ എന്നിട്ട് പുള്ളി സാരമില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഷാജി സത്യത്തിൽ അങ്ങനത്തെ ഒരു നിലപാടുള്ള ആളായിട്ടാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല, ഷാജി അഴീക്കോട്ട് മത്സരിക്കുമ്പോൾ 2 തവണ ജയിച്ചപ്പോഴും അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും ഒക്കെ എതിരായിരുന്നു. ആ ഷാജി ഈ നിലവാരത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തത്, ഷാജി ഇങ്ങനെ പറയുമ്പോൾ അത് വളരെ സ്വാഭാവികമായിട്ടാണ് ലീഗുകാരും മറ്റ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളും വിചാരിക്കുന്നത്. അങ്ങനെ പറയുന്നത് ഷാജിയുടെ ഒരു അവകാശമാണ് എന്നവർ കരുതും. നേരെ മറിച്ച് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു ഐക്യകാഹളം മുഴക്കുകയും ഐക്യമെന്ന ആശയം മുന്നോട്ട് വയ്ക്കും. അത് ചെറിയ ഐക്യമല്ല, വിപുലമായ ഐക്യമാണ്, വിശാലമായ ഐക്യമാണ്. അതിനോട് NSS പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ ഇത് വലിയ ഒരു പാതകമാണ്. ഇങ്ങനൊരു ഐക്യം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ റിപ്പോർട്ടർ ചാനൽ, അല്ലെങ്കിൽ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ, മീഡിയ 1 ചാനൽ, ഇവരൊക്കെ വെള്ളാപ്പള്ളി നടേശൻ കൊള്ളരാത്തവൻ, സുകുമാരൻ നായർ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കൊള്ളരാത്തവൻ എന്ന രീതിയിൽ ഇങ്ങനെ അടിച്ചുവിട്ടുകൊണ്ടിരിക്കും. ഇങ്ങനൊരു ഐക്യം ഉണ്ടാകാനേ പോകുന്നില്ല, ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അത് വിജയിക്കില്ല എന്നൊക്കെ ചിലർ കബഡി നടത്തി. അവർ പ്രവചനം ശരിയായെന്നുള്ള വേറെ കാര്യം, എന്നാൽ പോലും അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് രണ്ടാമത്തെ വശം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഈ മാധ്യമ പ്രവർത്തകരും മാധ്യമ ഉടമസ്ഥരും വലിയൊരു വിഭാഗം ഇടതുപക്ഷക്കാരും ഇടതുപക്ഷ നാട്യക്കാരുമാണ്. ശരിക്കുള്ള ഇടതുപക്ഷക്കാരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അപ്പോൾ ഇടതുപക്ഷ നാട്യം ഉള്ളവരാണ്, പഴയ SFIക്കാരും ഒക്കെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ ടാർണിഷ് ചെയ്യുക, ഇയാളൊരു കൊള്ളാത്തവരാണ്, കള്ള് കച്ചവടക്കാരനാണ് എന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുക. മറിച്ച് അതിനെ എതിർക്കുന്ന എല്ലാവരും യോഗ്യന്മാരാണ് എന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ പല താല്പര്യങ്ങളുണ്ട് എന്ന് വെച്ചോളൂ. ഞാൻ പറയാൻ വന്നത് പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ലേ അല്ലേ, ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഈ ഐക്യത്തിൽ നിന്ന് പിന്മാറിയിട്ട് സുകുമാരൻ നായരുടെ താരമൂല്യം വല്ലാതെ വർദ്ധിച്ചു എന്നുള്ളതാണ്. സുകുമാരൻ നായർ മതേതര കേരളത്തിൻ്റെ രക്ഷകൻ, മനസ്സിലായി? കേരളത്തെ മതേതര പാതയിലേക്ക് തിരിച്ചു നടത്തിയ ചിന്തകൻ ആര്? സുകുമാരൻ നായർ. SNDP NSS സഖ്യം തകർത്ത മഹാനായ മനുഷ്യൻ, വെള്ളാപ്പള്ളിയുടെ വാരിക്കുഴിയിൽ ചാടാതെ സ്വയം രക്ഷിക്കുകയും സമുദായത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്ത സമുദായ സ്നേഹി എന്ന രീതിയിൽ ആര് പ്രൊജക്റ്റ് ചെയ്യുന്നു? സമുദായ അംഗങ്ങളല്ല കേട്ടോ. സമുദായ അംഗങ്ങൾക്ക് അങ്ങനെ വലിയ തെറ്റിദ്ധാരണയൊന്നുമില്ല. പുള്ളിയോട് പണ്ടുണ്ടായിരുന്ന ധാരണയൊക്കെ തന്നെ ഇപ്പോൾ സമുദായ അംഗങ്ങളല്ലാത്ത ആളുകൾ, ചിന്തകന്മാർ, ബുദ്ധിജീവികൾ, ചില ടെലിവിഷൻ അവതാരകർ ഈ സുകുമാരൻ നായരുടെ ധാർമ്മിക ധീരത എന്നൊക്കെ പറഞ്ഞ് സ്റ്റോറികൾ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്, ചർച്ചകൾ
പുള്ളിയെ ആളുകൾ വിമർശിച്ചാൽ അതും കൊള്ളാം, ഇനി ആക്ഷേപിച്ചാൽ അതും കൊള്ളാം എന്നാണ് പുള്ളിയുടെ നിലപാട്. ഞാൻ പറഞ്ഞത് ഈ ഒരു തലത്തിലേക്കൊക്കെ കാര്യങ്ങളെത്തി. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന് വെച്ചാൽ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദി. സുകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന പുരോഗമന മതേതര ബുദ്ധിജീവിയുമായി മാറി.